നമസ്കാരം. സക്സസ് കേരള വിജയവഴിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് വിജയവഴിയിൽ നമ്മോടൊപ്പം അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നത് വാസ്തുശാസ്ത്ര വിദഗ്ധനും എഞ്ചിനീയറുമായ DG ഹോംസിന്റെ സാരഥി വാസ്തു ആചാര്യ എഞ്ചിനീയർ പ്രശാന്ത് ആണ്. സ്വന്തമായൊരു ഇഷ്ടഭവനം എന്നത് ഏവരുടെയും സ്വപ്നമാണ്. പലപ്പോഴും നിർമ്മാണം കഴിഞ്ഞാണ് പല പ്രശ്നങ്ങളും നമ്മളെ അലട്ടി തുടങ്ങുന്നത്. നിർമ്മാണ ഘട്ടത്തിൽ തന്നെ പരിഗണിച്ച് മുന്നോട്ട് പോകേണ്ടതായ വാസ്തുശാസ്ത്രത്തിലെ ഓരോ കാര്യങ്ങളും ഗഹനമായി പഠിക്കുകയും അത് തന്റെ കർമ്മപഥത്തിലൂടെ പ്രായോഗികമാക്കുകയും ചെയ്യുന്ന എഞ്ചിനീയർ പ്രശാന്തിന്റെ സംരംഭക വിശേഷങ്ങളിലൂടെ. Welcome to Success Kerala Vijayawadi. I'm introducing Mr. Prashant to the show. Thank you. Mr. Prashant, താങ്കൾക്ക് താങ്കളുടെ ബിസിനസ്സിനെ കുറിച്ചൊന്ന് ചെറുതായിട്ടൊന്ന് പറയാൻ പറ്റുമോ? ഷുവർ. അതായത് ഞാൻ ബേസിക്കലി ഒരു എൻജിനീയറാണ്. ഒരു 2000 ഇയർ മുതൽ ഞാൻ കൺസ്ട്രക്ഷൻ മേഖലയിൽ വർക്ക് ചെയ്യുന്നതാണ്. നമ്മൾ പലതരത്തിലുള്ള കൺസ്ട്രക്ഷൻ ചെയ്യാറുണ്ട്. റെസിഡൻഷ്യൽ, കമേഴ്ഷ്യൽ, അതുപോലെ വില്ല ക്ലസ്റ്റേഴ്സ്, ഇതൊക്കെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു സംഗതിയാണ്. കഴിഞ്ഞ ഒരു 15 വർഷം ആയിട്ട് ഞാൻ വാസ്തുശാസ്ത്രം കൂടെ നമ്മുടെ ഈ ആധുനിക കൺസ്ട്രക്ഷൻസിനകത്ത് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നല്ല രീതിയിൽ നല്ല മികവോടുകൂടി തന്നെ ഒരു വീട്ടിൽ വാസ്തുശാസ്ത്രവും കൂടെ സമന്വയിപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന രീതിയാണ് ഞങ്ങളുടെ ഡിസൈനേഴ്സ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞ കമ്പനി വർക്ക് ചെയ്യുന്നത്. ഇയർ 2003 മുതൽ ഡിസൈനേഴ്സ് ഗ്രൂപ്പ് എന്ന പേരിലാണ് ഞങ്ങളുടെ കമ്പനി അറിയപ്പെടുന്നത്. ഇപ്പോൾ ഏകദേശം 25 വർഷമാവുന്നു ഞങ്ങളുടെ ഈ ഫീൽഡിൽ ഞങ്ങൾ സർവേ ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ ഹൈറൈസ് ബിൽഡിങ്സും കൂടെ നമ്മുടെ റെസിഡൻഷ്യൽ ബിൽഡിങ്ങിൻ്റെ പാർട്ടായിട്ട് ഞങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ചെറിയ പ്ലോട്ട്സ് ഡെവലപ്പ് ചെയ്ത് അതിനകത്തൊരു 6 to 7 വില്ലാസ് ക്ലസ്റ്ററായിട്ട് ചെയ്യുന്ന ഒരു സംഗതി കൂടെ നമ്മൾ ഇപ്പം ചെയ്തു പോകുന്നുണ്ട്. ഓക്കെ, ഗുഡ്. താങ്കളുടെ ബിസിനസ്സിലെ ടേണിംഗ് പോയിന്റ്? ഞങ്ങളുടെ ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത്, ഞാൻ എഞ്ചിനീയറിംഗ് പഠിച്ച് പാസ്സായി. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ഈ കൺസ്ട്രക്ഷൻ സൈഡിൽ തന്നെ നമുക്ക് വർക്ക് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ അതിന് മാത്രമേ ഒരു ടേണിംഗ് പോയിൻ്റായിട്ട് പറയാൻ പറ്റുള്ളൂ. പിന്നെ ഒരു മേജർ ടേണിംഗ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങൾ ഈ കൺസ്ട്രക്ഷൻ്റെ പ്ലാനും മറ്റു കാര്യങ്ങളൊക്കെ വരച്ച് കൊടുക്കുമ്പോൾ നമ്മളെ കസ്റ്റമേഴ്സും അതുപോലെ തന്നെ കസ്റ്റമേഴ്സിൻ്റെ കൂടെയുള്ള ആൾക്കാരും ഈ വാസ്തുശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു സംഗതി വന്നായിരുന്നു. അത് നിയർ ടു ഒരു 15 years ബാക്ക്. അത് ഞങ്ങൾ വർക്ക് സ്റ്റാർട്ട് ചെയ്ത് 10 years കഴിഞ്ഞതിന് ശേഷം ഉണ്ടായ ഒരു അനുഭവമാണ്. അപ്പോൾ ഒരു എഞ്ചിനീയർ എന്ന നിലയ്ക്ക് അതിൻ്റെ സ്ട്രക്ചറൽ ഡീറ്റെയിൽസോ പ്ലാനിൻ്റെ ഡീറ്റെയിൽസോ മറ്റുള്ള കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായിട്ട് പറയാൻ കഴിയുന്ന നമുക്ക് വാസ്തുശാസ്ത്രത്തെക്കുറിച്ച് അധികം നോളജ് ഇല്ല. അപ്പോൾ ഈ ചോദിക്കുന്ന പല ചോദ്യങ്ങളും, അതുപോലെ തന്നെ ആ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൂടെ വരുന്ന വാസ്തുശാസ്ത്ര വിദഗ്ധൻ പറയുന്ന ആൻസർ ശരിയാണോ തെറ്റാണോ എന്ന് പോലും നമുക്ക് വാല്യുവേറ്റ് ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യം വന്നു. അപ്പോഴാണ് ഞാൻ കാണിപ്പയർ അദ്ദേഹത്തിനെ പരിചയപ്പെടുന്നതും അദ്ദേഹത്തിൻ്റെ ശിഷ്യത്വം സ്വീകരിക്കുന്നതും അത്യാവശ്യം തെറ്റില്ലാത്ത രീതിയിൽ എനിക്കതെല്ലാം മനസ്സിലാക്കാൻ കഴിഞ്ഞതും ഇപ്പം ഞാൻ അതുകൂടെ ഇൻകോർപ്പറേറ്റ് ചെയ്താണ് കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ് ചെയ്യുന്നത്. അപ്പോൾ പൊതുവേ എല്ലാ ബിസിനസ്സിലും ഈ പ്രത്യേകിച്ച് ഒരു യുണീക്ക് വാല്യൂ ഉണ്ടാവും, ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ്. അപ്പോൾ താങ്കളുടെ ഈ പ്രൊഡക്റ്റിൻ്റെ അല്ലെങ്കിൽ സർവീസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് കൂടുതൽ ഈ വാസ്തുവുമായി ബന്ധപ്പെട്ടാണ്? അതങ്ങനെയല്ല അത് പറയേണ്ടത്. അതായത് ഒരാൾക്കൊരു ഗൃഹം നിർമ്മിച്ചു കൊടുക്കുന്നു, എന്താണ് അൾട്ടിമേറ്റ് അതിനകത്ത് വേണ്ടത് എന്നുള്ളതാണ് നമ്മളതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു വിഷയം. അതായത് നമ്മളൊരാൾക്കൊരു വീട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ വീട്ടിൽ ആ പറഞ്ഞ ഗൃഹനാഥൻ സന്തോഷത്തോടു കൂടിയും സമാധാനത്തോടു കൂടിയും ഐശ്വര്യപൂർണ്ണമായിട്ട് ജീവിക്കാൻ കഴിയണമെന്നുള്ളതാണ്. ഒരു വീട് ആർക്കും വെച്ചു കൊടുക്കുക. പക്ഷെ അതല്ല അവിടെ നമ്മൾ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത്, നമ്മൾ വെച്ചു കൊടുക്കുന്ന വീട് ഉപയോഗിക്കുന്ന ഗൃഹനാഥനും അവരുടെ ഫാമിലിയും എല്ലാവരും സന്തോഷത്തോടും സമാധാനത്തോടു കൂടിയും ഐശ്വര്യപൂർണ്ണമായിട്ട് അതിനകത്ത് ജീവിക്കാൻ കഴിയുക എന്നുള്ളതാണ്. അപ്പം അതിന് എന്ത് ചെയ്യാം എന്നുള്ളതാണ് ഇതിനകത്തുള്ളൊരു വിഷയം. ഒരു എഞ്ചിനീയർ എന്ന് പറയുമ്പോൾ ഒരു 3 ബെഡ്റൂം അടങ്ങുന്ന വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ബെഡ്റൂം വരയ്ക്കാം, 3 ടോയ്ലറ്റും വരയ്ക്കാം, ഒരു സിറ്റ് ഔട്ട് വയ്ക്കാം, ഡൈനിങ് വയ്ക്കാം. അതിനകത്ത് വേറെ പ്രത്യേകമായിട്ടൊരു സംഗതികളില്ല. അവിടെയാണ് ഈ വാസ്തുശാസ്ത്രത്തിൻ്റെ പ്രധാനമായ കാര്യം വരുന്നത്. പക്ഷേ ഈ വാസ്തുശാസ്ത്രം ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവല്ലോ, എന്തെങ്കിലും ഒരു വ്യത്യസ്തത, ഒരു യുണീക്കായിട്ടുള്ളൊരു സംഭവം താങ്കൾക്ക് ഉണ്ടാവില്ലേ? തീർച്ചയായിട്ടും. കാരണം വാസ്തുശാസ്ത്രത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, പലരും ധരിച്ചു വെച്ചിരിക്കുന്നത്, ഇന്ന് ആരുടെത്തെങ്കിലും നമ്മൾ വാസ്തുശാസ്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അപ്പം തന്നെ കസ്റ്റമർ പറയും എനിക്കതിലൊരു വിശ്വാസവുമില്ല, എനിക്കത് വേണ്ട. അല്ലെങ്കിൽ പലരും പറയുന്നത് മിതമായ രീതിയിൽ വാസ്തുശാസ്ത്രം നോക്കിയാൽ മതി, വലിയ ഹയർ എൻഡ്സിലേക്ക് പോകണ്ട. ഈ ആൻസറിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്നത്തെ കാലത്ത് ഈ വാസ്തുശാസ്ത്രം കൊണ്ട് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇവരാരും കംപ്ലീറ്റ് ആയിട്ടുള്ള നോളജോ അല്ലെങ്കിൽ അതായത് ഒരു തെറ്റായ ഒരു ആശയങ്ങളാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് വാസ്തുശാസ്ത്രം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുറേ കാശ് ചിലവാകും. 2 ലക്ഷം, 3 ലക്ഷം, 4 ലക്ഷം എന്നുള്ള രീതിയിൽ കൺസ്ട്രക്ഷനിലെ മാറ്റങ്ങൾ വരുത്തുമ്പോൾ കോസ്റ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ അതിൽ തെറ്റായ പല ആശയങ്ങൾ അതിനകത്തുണ്ട്.
പക്ഷെ നമ്മുടെ ഒരു രീതി എന്താ വെച്ചാൽ നമുക്ക് പറയാനുള്ള സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാസ്തുശാസ്ത്രം എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് നിങ്ങളുടെ ലൈഫിനെ ഇമ്പ്രൂവ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് അതിനകത്തുള്ള വിഷയം. ഈ പൈസ ചിലവാക്കുക എന്നുള്ളൊരു സംഗതി അതിനകത്തില്ല. അതിനെക്കുറിച്ച് പേടിക്കേണ്ട ആവശ്യമില്ല. ഇറ്റ്സ് എ സിമ്പിൾ സയൻസ്. ചെറിയ ഒരു 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 എക്സാമ്പിൾ അതിന് പറയുകയാണെന്നുണ്ടെങ്കിൽ വാസ്തുശാസ്ത്രത്തിൽ പറയാറുണ്ട് നമ്മളെ സ്റ്റെയർ കേസ്, കോണിപ്പടി, വീടിനകത്തുള്ള കോണിപ്പടി, ഈ കോണിപ്പടി ക്ലോക്ക് വൈസിൽ കയറി പോകണം എന്നാണ് വാസ്തുശാസ്ത്രത്തിൽ പറയുക. ഇത് തന്നെ പലയിടത്തും പല വ്യാഖ്യാനങ്ങളും ഞാൻ കേട്ടിട്ടുണ്ട്. അല്ലാതെ തിരിഞ്ഞ് കയറി കഴിഞ്ഞാൽ മറ്റേ യക്ഷി വരും, മറുത വരും, അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്. ഇതിനകത്ത് അങ്ങനെ ഒന്നുമില്ല. ഇറ്റ്സ് എ വെരി സിമ്പിൾ സയൻസ്. അതായത് നമ്മുടെ ഇവിടെയുള്ള എല്ലാ ആൾക്കാരുടെയും റൈറ്റ് ഹാൻഡാണ്, നമ്മളെല്ലാം റൈറ്റ് ഹാൻഡഡ് ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു കോണിപ്പടി നമ്മൾ കയറി പോകണമെങ്കിൽ നമുക്ക് റൈറ്റ് സൈഡിൽ ഹാൻഡ് റെയിൽസ് ഉണ്ടെങ്കിൽ നമുക്ക് പക്വമായിട്ട് പിടിച്ച് ഉദ്ദേശിക്കുന്നതാണ്. അതെ, ഈ സയൻസിൻ്റെ ബാക്കിൽ ഈ വാസ്തുശാസ്ത്രം പറയാൻ ഇത് തന്നെയാണുള്ളത്, ഇത് തന്നെയാണ് അതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അത് വ്യാഖ്യാനിക്കുന്ന പല രീതിയിലാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ അടുത്തൊരു 5 മുതൽ 10 കൊല്ലം വരേക്കും ഈ വാസ്തു, അതായത് ഈ കൺസ്ട്രക്ഷനിൽ വാസ്തുവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കും താങ്കളുടെ ബിസിനസ്സിനുള്ള വളർച്ച ഏത് രീതിയിലായിരിക്കും? ഞാൻ ഇതൊരു ബിസിനസ് മാത്രമായിട്ടല്ല കാണുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. അതായത് നമുക്കൊരു വീട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് വളരെ പ്ലസൻ്റ് ആയിട്ടും അതിനകത്ത് ആൾക്കാർ സന്തോഷമായിട്ട് ജീവിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ആവശ്യം. അപ്പോൾ നല്ലൊരു ഒരു തലമുറ അല്ലെന്നുണ്ടെങ്കിൽ നല്ലൊരു താമസിക്കുന്ന കുറേ ആൾക്കാർ നമുക്ക് സർവീസ് കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് അതിനകത്തുള്ള മെയിൻ ആശയം. പക്ഷേ എന്നാലും ഒരു ബിസിനസ്സുകാരൻ എന്നുള്ള നിലയിൽ ഒരു വളർച്ച പ്രതീക്ഷിക്കുമല്ലോ. അത് കൺസ്ട്രക്ഷൻ മേഖലയിലെ എഞ്ചിനീയർ എന്ന നിലയ്ക്ക് അത് ഓട്ടോമാറ്റിക്കലി അതുണ്ടാവും. എൻ്റെ അടുത്തൊരു സുഹൃത്ത് പറഞ്ഞ പോലെ ഒരു 3 വർഷം നമ്മൾ ഈ ഫീൽഡിൽ പിടിച്ച് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ പിച്ച് വെച്ച് തുടങ്ങിയതിൻ്റെ അർത്ഥം ഈ ഒരു സൊസൈറ്റി, ഇത് കൺസ്ട്രക്ഷൻ മാത്രമല്ല ഏതൊരു ബിസിനസ് ആയാലും നമ്മളൊരു 3 വർഷം നമ്മൾ ഈ ബിസിനസ്സിൽ നിന്ന് കഴിഞ്ഞാൽ പിച്ച് വെച്ച് തുടങ്ങി. 6 വർഷമായി കഴിഞ്ഞാൽ നമ്മൾ നടന്നു തുടങ്ങി. 9 വർഷമായി കഴിഞ്ഞാൽ നമ്മൾ ഈ സിസ്റ്റത്തിൻ്റെ പാർട്ടായി. ഇനി ഒരിക്കലും നമ്മൾ ഈ സിസ്റ്റത്തിൽ നമ്മൾ പുറത്തേക്ക് പോവില്ല. ഇപ്പോൾ എനിക്ക് 25 ഇയേഴ്സായി. സ്വാഭാവികമായിട്ടും നമ്മുടെ ഈ വളർച്ച ഉണ്ടാകുമ്പോഴാണല്ലോ നമ്മൾ ഈ ഫീൽഡിൽ തന്നെ നിൽക്കുക. അപ്പോൾ ഒരു 5 ഇയേഴ്സ് 10 ഇയേഴ്സ് കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ ഉള്ള സ്റ്റാറ്റസിനേക്കാളും ഒരു മേ ബി ഒരു 2 ടൈംസ് ഒരു 3 ടൈംസ് നമ്മൾ വളർച്ചയിലേക്ക് നമ്മൾ എത്തും, ഉറപ്പായിട്ടും എത്തും. പ്രശാന്ത്, എന്തായാലും ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ബിസിനസ് ആയിട്ടാണ് നമുക്ക് തോന്നുന്നത്. എന്തായാലും എനിക്കൊരു ചെറിയ ചോദ്യം ഉള്ളത്, ഇപ്പോൾ നമുക്കറിയാൻ പറ്റും എല്ലാ പ്രൊഡക്റ്റുകൾക്കും അതിനൊരു വാല്യൂ യൂണീക്ക് ആയിട്ടുണ്ടാവും. പക്ഷേ ഇവിടെ വാസ്തു എന്ന് പറയുന്നത് ഇപ്പോൾ കമേഴ്ഷ്യലൈസ് ചെയ്യുന്ന സമയത്ത് പൊതുവെ എല്ലാവരും ആക്സെപ്റ്റ് ചെയ്യുമോയെന്ന് അറിയില്ല. അതിൻ്റെ ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു ബേസും കൂടി നോക്കണമല്ലോ. ഇത് എത്രമാത്രം ആൾക്കാർ സ്വീകരിക്കുന്നു, എന്താണ് ഇതുകൊണ്ട് ഈ ലോകത്തിന് നിങ്ങളൊക്കെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്? അതിൻ്റെ ചുരുക്കത്തിലൊന്നും എന്തെങ്കിലും അനുഭവങ്ങൾ പറയാൻ പറ്റുമോ? തീർച്ചയായിട്ടും. കഴിഞ്ഞ ഒരു 2 ആഴ്ച മുന്നേ എൻ്റെ ഓഫീസിലേക്ക് ഒരു അമ്മ വന്നിരുന്നു. അമ്മ എന്ന് പറയുമ്പോൾ ആക്ച്വലി അവരോടൊരു ചെറിയൊരു ബിസിനസ് ഡീൽ എനിക്കുണ്ട്. അതായത് എന്താ പറയുക, ഒരു ജോയിൻറ്റ് വെഞ്ചറിൻ്റെ ഒരു സംഗതി. അപ്പോൾ ഇവരെൻ്റെ ഓഫീസിൽ വന്നപ്പോൾ എൻ്റെ ഓഫീസിൻ്റെ ഭിത്തിയിൽ പതിപ്പിച്ചിരിക്കുന്ന കുറേ ഫോട്ടോസ്, നമ്മുടെ ഗുരുവിൻ്റെ ഫോട്ടോസൊക്കെ കണ്ടിട്ട് വളരെ കൗതുകത്തോടെ അമ്മ എൻ്റെ അടുത്തൊരു ചോദ്യം ചോദിച്ച ചോദ്യം ഇതാണ്: ശരിക്കും ഈ വാസ്തുശാസ്ത്രം എന്നൊരു സാധനം ഉണ്ടോ? അതിലെന്തെങ്കിലും വിശ്വസിക്കാനായിട്ട് പാകത്തിനുള്ള എന്തെങ്കിലും ഉണ്ടോ എന്നൊരു അതെ, ആർക്കും പെട്ടെന്ന് ഇതിനെക്കുറിച്ച് വലിയ നോളജ് ഇല്ലാത്ത ആൾക്കാർക്ക് പെട്ടെന്ന് തോന്നാവുന്ന ഒരു ചോദ്യമാണ്. ഇതാണ് ആ അമ്മ എന്നോട് ചോദിച്ചത്. ഞാൻ 2 സെക്കൻഡ് ആലോചിച്ചു. കാരണം ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് അവർക്ക് കൃത്യമായിട്ട് മനസ്സിലാവണം. ഞാൻ അവരോട് ചോദിച്ച ഒരേ ചോദ്യമുള്ളൂ: അമ്മ ആയുർവേദത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? ഈ ചോദ്യത്തിന് വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് വളരെ സന്തോഷത്തോടെ അവർ പറഞ്ഞു, ആയുർവേദം തീർച്ചയായിട്ടും ഇതാണ്, നല്ല മെഡിസിനൽ വാല്യൂസ് ഉള്ളതാണ്, നമ്മുടെ ബോഡിയുടെ ഓർഗൻസ് ഒന്നും നശിക്കാത്ത രീതിയിൽ നമുക്ക് മരുന്ന് കഴിക്കാൻ പറ്റും, എഫക്റ്റീവാണ് എന്നൊക്കെ കുറേ പറഞ്ഞു. അപ്പോൾ ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മ ആയുർവേദം, ഈ വേദം എന്ന് പറഞ്ഞു വന്നത് 4 വേദങ്ങളിൽ നിന്നാണ്. ഋഗ്വേദം, സാമവേദം, യജുർവേദം, അഥർവവേദം. ഈ അഥർവവേദത്തിൻ്റെ ഭാഗമാണ് ആക്ച്വലി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആയുർവേദം. അതിൻ്റെ മറ്റൊരു പങ്ക്തിയാണ് ഈ നമ്മുടെ വാസ്തുശാസ്ത്രം. ശരിക്കും ഈ 4 വേദങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു മനുഷ്യൻ ഭൂമിയിൽ ജനിച്ചു കഴിഞ്ഞാൽ അവൻ എങ്ങനെയാണ് വസിക്കേണ്ടത്, എങ്ങനെയാണ് മെഡിസിൻ കഴിക്കേണ്ടത്, എങ്ങനെയാണ് ഭക്ഷണം കഴിക്കേണ്ടത്, അങ്ങനെ ജീവിതത്തിൻ്റെ എല്ലാ വിധങ്ങളും ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കണം എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ 4 വേദങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും വാസ്തുശാസ്ത്രത്തിൻ്റെ ഒരു ഭാഗമാണ്. രണ്ടാമത്തത്, അമ്മ രാത്രി ഉറങ്ങാൻ നേരത്ത് നമ്മളെല്ലാവരും ഈ പറഞ്ഞ ഒന്നുകിൽ കിഴക്കോട്ട് തലവെച്ച് കിടക്കും, അല്ലെങ്കിൽ ഈ പറഞ്ഞവർ തെക്കോട്ട് തലവെച്ച് കിടക്കും. പടിഞ്ഞാറോട്ടും ഒരു പക്ഷേ ഉണ്ടാകും, നോർത്തിലേക്ക് തലവെച്ച് കിടക്കാറില്ല. ഇതെല്ലാം വാസ്തുശാസ്ത്രത്തിൽ പറഞ്ഞ സംഗതിയല്ലേ. ഒരാൾ മരിച്ചു പോകുമ്പോഴാണ് വടക്കോട്ട് തലവെച്ച് കിടത്തിയിട്ട് നമ്മൾ തെക്കോട്ട് ബോഡി എടുത്ത് കൊണ്ടുപോകുന്ന ആ ഒരു രീതി. അതിലും കുറേ സയൻറ്റിഫിക് സംഗതികൾ ഉണ്ട്. നമ്മുടെ രക്തത്തിൽ അയൺ കണ്ടൻ്റ് ഉണ്ട്. അപ്പോൾ ഈ നോർത്ത് സൗത്ത് പോളിലാണ് ഈ മാഗ്നറ്റിക് ഫ്ലക്സ് വരുന്നത്. അപ്പോൾ ഈ മാഗ്നറ്റിക് ഫ്ലക്സ് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾക്ക്
ഇത്. അതുകൊണ്ടാണ് ഒരു കാരണവശാലും നോർത്തിലോട്ട് കിടക്കരുതെന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം നോർത്തിലോട്ട് കിടന്ന് അടുത്ത ദിവസം മരിച്ചു പോകുന്നല്ല എൻ്റെ അർത്ഥം. ഒരു ലൈഫ് ലോങ്, ഒരു 30 years വരെയൊക്കെ ആ രീതി നമ്മൾ ശീലിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ചില പക്വത കുറവുകൾ നമ്മുടെ ബോഡിയിലൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അതാണ് അതിൻ്റെ ശാസ്ത്രം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ കുറേ കാര്യം നമ്മൾ പഠിക്കാനുണ്ട്. എന്തായാലും ഇപ്പോൾ ഇങ്ങനത്തെ ഒരു ബിസിനസ്സിൽ താങ്കൾ വന്നപ്പോഴേ എപ്പോഴെങ്കിലും ഈ ഒരു ബിസിനസ്സിൽ വരണ്ടേരുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ട്? എനിക്ക് അങ്ങനെ ഒരു ഫീൽ ഒരു കാരണവശാലും എനിക്കുണ്ടായിട്ടില്ല. ഞാൻ വളരെയധികം എൻജോയ് ചെയ്തിട്ടാണ് ഈ ഫീൽഡിൽ ചെയ്യുന്നത്. കാരണം വെച്ചാൽ ഇത് ഒരു മെക്കാനിക്കൽ ലൈഫ് അല്ല. നമ്മൾ ദിവസവും പുതിയ പുതിയ കസ്റ്റമേഴ്സിനെ കാണും. ഈ കാണുന്ന കസ്റ്റമേഴ്സിന് പുതിയ പുതിയ രീതിയിലുള്ള ചോദ്യങ്ങൾ കാണും. അവർക്ക് പുതിയ പുതിയ റിക്വയർമെൻറ്റ്സ് ഉണ്ടാവും. നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ടാവും. കാരണം ഇവർ പറയുന്ന ഈ റിക്വയർമെൻറ്റ്സ് നമുക്ക് ഫോളോ അപ്പ് ചെയ്ത് നമ്മുടെ ഡ്രോയിങ്ങിനകത്ത് വരണം. അവർക്കൊരു സാറ്റിസ്ഫാക്ഷൻ ആയിട്ടുള്ള ഒരു സംഗതി കൊടുക്കണം. അപ്പോൾ എന്ന് പറയുമ്പോൾ അതൊരു വളരെ ചാലഞ്ചിങ് വർക്കാണ്, വളരെ ഇൻട്രസ്റ്റിംഗ് വർക്കാണ്. എനിക്കിതുവരെയും അങ്ങനെ ഒരു മടിപ്പോ അല്ലെങ്കിൽ ഇതിനകത്ത് ഇറങ്ങേണ്ടിയിരുന്നില്ല എന്നൊരു തോന്നലോ എനിക്ക് വന്നിട്ടില്ല. അതിൽ പ്രത്യേകിച്ചും ഈ വാസ്തുശാസ്ത്രത്തിൻ്റെ ഒരു എലമെൻറ്റ് കൂടെ കയറിയപ്പോൾ എനിക്ക് വളരെ സന്തോഷം. വർക്ക് ചെയ്യാൻ വളരെ ഒരിക്കലും ഞാൻ ഈ വർക്ക് വേണ്ടിയിരുന്നില്ല അല്ലെങ്കിൽ ഇതിന് ഇറങ്ങേണ്ടിയിരുന്നില്ല എന്നൊരു ചിന്ത എനിക്ക് ഒരിക്കലും വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെയാണ് താങ്കൾ ഇൻസ്പയർ ചെയ്ത ആരെങ്കിലും ഒരാളുണ്ടോ ഈ മേഖലയിൽ? അങ്ങനെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്പെസിഫിക്കലി എൻ്റെ മാത്രമല്ല, ഏതൊരു ബിസിനസ്സോ ഏതെങ്കിലും മേഖലയിൽ നിൽക്കുന്ന ആൾക്കാർക്ക് അവരുടേതായിട്ടുള്ള ഗുരുക്കന്മാരുണ്ടാവും. എനിക്ക് വളരെ ഭാഗ്യമായിട്ട് തന്നെ ഒരു മുരുകേഷൻ സാർ ആക്ച്വലി 20 years ആയി റിട്ടയർ ആയി. നമ്മളെ PWDയിൽ റിട്ടയർ ആയ ആളാണ്. ചീഫ് സ്ട്രക്ചറൽ എഞ്ചിനീയർ ആയിരുന്നു. അതേ എൻ്റെ ഒരു ഗുരുവാണ്. അതുപോലെ തന്നെ വസന്തകുമാർ ഒരു ആർക്കിടെക്റ്റാണ് അദ്ദേഹം വളരെ ഞാൻ ഏകദേശം ഒരു പഠിച്ചിറങ്ങുന്ന കാലം മുതലേ എനിക്ക് സാറിനെ പരിചയമുണ്ട്. സാറിനകത്ത് വളരെ ഒരു മോനോട് കാണിക്കുന്ന മാതിരിയുള്ളൊരു വാത്സല്യമാണ്. ഇവരൊക്കെയാണ് എൻ്റെ മെയിൻ പ്രചോദനം എന്ന് പറയുന്നത്. എന്നും എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അവരെൻ്റെ മുമ്പിൽ വന്ന് നിൽക്കും. ടെക്നിക്കൽ ആ ഒരു എക്സ്പെർട്ടൈസേഷനിൽ ഹൈ റൈസ് ബിൽഡിങ്സ് ഒക്കെ വരുന്ന സമയത്ത് തന്നെ ഫൗണ്ടേഷനകത്ത് എന്ത് സംശയം എന്തുണ്ടെങ്കിലും നമുക്കറിയാമെങ്കിലും മുതിർന്ന ഒരാൾ നമ്മുടെ കൂടെ ഉള്ളതും എക്സ്പീരിയൻസ് ഉള്ള ആൾ കൂടെ ഉള്ളതെന്ന് പറയുന്നത് അതൊരു വലിയൊരു ബലമാണ്. പിന്നെ ഒബ്വിയസ്ലി നമ്മുടെ വാസ്തുശാസ്ത്രത്തിലെ നമ്മുടെ കാണിപ്പേർ കൃഷ്ണൻ നമ്പൂരിപ്പാട്. അദ്ദേഹം ഒരു ജെം ഓഫ് എ പേഴ്സണാണ്. ഇത് എല്ലാവരും പരിചയപ്പെടേണ്ട ഒരാളാണ്. ഡൗൺ ടു എർത്താണ്. നമ്മളിതെല്ലാം കഴിഞ്ഞതിന് ശേഷം പുള്ളിയുടെ മനയിൽ ഞങ്ങൾ പോയിരുന്നു ഈ സർട്ടിഫിക്കറ്റൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ ചോദിച്ച ഒരു സംശയത്തിനും പുള്ളിക്ക് നല്ല പ്രായമായി. എന്നിട്ടും ഈ ഒരു സംഗതിക്കകത്ത് പുള്ളി ഇറങ്ങി വന്ന് ഓരോ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളൊരു ആർജവം അദ്ദേഹത്തിനുണ്ടെന്നുള്ളതാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിനെ കുറിച്ചുള്ള ഒരു ബുക്കൊക്കെ ഇനി ഇറങ്ങാൻ പോകുന്നുണ്ട്, ജീവചരിത്രം എന്നുള്ള രീതിക്ക്. അതൊക്കെ വായിക്കണം, പഠിക്കണം. ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്. പൊതുവെ എനിക്കും എല്ലാവർക്കും സംശയമുള്ളതാണ്. പൊതുവെ ഈ വാസ്തുവുമായി ബന്ധപ്പെടുന്ന പറയുമ്പോൾ കുറച്ചും കൂടി ഒരു വിശ്വാസത്തിന്റെ കാര്യങ്ങളൊക്കെ ഇതിലുണ്ടല്ലോ. ഈ പൊതുവെ നമ്മളൊരു വീടൊക്കെ പണിയുന്ന സമയത്ത് പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് ഈ സ്റ്റെപ്പുകൾ എത്ര സ്റ്റെപ്പേ പാടുള്ളൂ, അത് കൂടാൻ പാടില്ല. പിന്നെ അതുപോലെ തന്നെ ഈ പ്ലോട്ടൊക്കെ മേടിക്കുമ്പോൾ തൊട്ടടുത്ത് ആരാധനാലയം ഉണ്ടെങ്കിൽ അത് എല്ലാവരും വിശ്വസിക്കുന്നതല്ല, അങ്ങനെ ഉണ്ടെങ്കിൽ അത് മേടിക്കാൻ പാടില്ല. അങ്ങനെ ചില കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ചൊന്ന് പറയാമോ? തീർച്ചയായിട്ടും. ആദ്യം ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയാം. അതായത് ഈ പടികളുടെ എണ്ണവും ആ വീടിൻ്റെ അകത്തുള്ളൊരു ക്രമീകരണം തമ്മിലുള്ള ഒരു സംഭവമാണ്. പലരും പറയുന്നൊരു സംഗതി, നമ്മുടെ സ്റ്റെപ്സിൽ നമ്മൾ കയറിപ്പോകുമ്പോൾ വരവ്, ചെലവ്, വരവ്. ഈ വരവ് വരുമ്പോൾ നമ്മൾ വീട്ടിനകത്ത് കയറിയിരിക്കണം. ചിലവുള്ള സമയത്ത് നമ്മൾ കയറിക്കഴിഞ്ഞാൽ അത് ദോഷമാണെന്ന് പറയും. ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെയൊന്നും വാസ്തുശാസ്ത്രത്തിൽ അങ്ങനെ ഒരു സംഭവമേ ഇല്ല. അതായത് പണ്ടത്തെ ആൾക്കാർക്ക് കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാനും ഒരിക്കലും മറന്നു പോകാൻ പാടില്ല എന്നുള്ള ഒരു സംഗതിയിലേക്ക് വരുമ്പോഴാണ് ഈ വരവും ചിലവും എന്നൊക്കെയുള്ള പേരുകൾ അതിനകത്ത് നിറച്ചിരിക്കുന്നത്. അതായത് നമ്മുടെ വാസ്തുശാസ്ത്രത്തിൽ എല്ലാത്തിനും വേദം മുറിയാൻ പാടില്ല എന്നുള്ളൊരു സംഗതിയുണ്ട്. അതായത് ഈ മിഡ് പോയിന്റ്, എല്ലാത്തിനും സെൻറ്റർ പോയിന്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ഡോറുണ്ട്, ആ ഡോറിന് ഒരു സെൻറ്റർ പോയിന്റ് ഉണ്ട്, മനസ്സിലായി? ഈ സെൻറ്റർ പോയിന്റ് അടുത്തൊരു ഡോറ്, അതായത് നേരെ ഓപ്പോസിറ്റുള്ള ഒരു വീടിൻ്റെ ഡോറിൻ്റെ സെൻറ്റർ പോയിന്റും തമ്മിൽ ക്രോസ് ചെയ്യാൻ പാടില്ല. അങ്ങനെയൊക്കെയുള്ള ചില നിയമങ്ങൾ ഇതിനകത്തുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് 3 സ്റ്റെപ്പ് എന്ന് പറയുന്നതിനേക്കാളും റൈസർ, അത് 3 ആയി കഴിഞ്ഞാൽ നമ്മുടെ നടുക്ക് കൂടെ അത് കട്ടായി പോവുള്ളൂ. അതായത് 15 സെൻറ്റിമീറ്റർ 45 പകുതി വരെ 22.5. അതിൽ ഒരു സ്റ്റെപ്പോ റൈസറോ ഒന്നും വരുന്നില്ല, മനസ്സിലാകുന്നു? അപ്പോൾ എന്ന് പറയുമ്പോൾ നമ്മളുടെ റൈസർ, അതായത് ഒരു സ്റ്റെപ്പിൽ നമ്മൾ ഓരോ പ്രാവശ്യം കാലിങ്ങനെ പൊത്തിച്ച് പോകുന്നില്ലേ, അത് ഈവൻ നമ്പേഴ്സിലായിരിക്കണം. 1, 3, 5. പക്ഷേ ഇത് ഇപ്പം ഈ പറഞ്ഞ കാര്യം വിശ്വാസപരമായിട്ടുള്ള കാര്യമല്ല. അതിപ്പോൾ സയൻറ്റിഫിക് ആയിട്ടും അല്ലെങ്കിൽ ഒരാളുടെ ജീവിതവുമായി അല്ലെങ്കിൽ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രത്യേകതകളുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. കാരണം ഇതൊക്കെയാണ് കോമൺ ആയിട്ട് ശരിക്കും പറഞ്ഞാൽ ഇതിൽ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഇതൊക്കെ.
അപ്പോൾ അതിനകത്ത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു, അതിനൊരു എക്സ്പ്ലനേഷൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമുക്ക് ഒരു അഭിവൃദ്ധി ഉണ്ടാകും. ഞാൻ നേരത്തെ പറഞ്ഞു, അതുപോലെ നമ്മളൊരു വീട്ടിനകത്ത് താമസിക്കും, നമുക്ക് സന്തോഷം, സമാധാനം, ഐശ്വര്യം വരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഐശ്വര്യം എന്ന് പറഞ്ഞാൽ വെൽത്താണ്. വെൽത്ത് വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി സന്തോഷവും സമാധാനം അതിൻ്റെ പുറകെ നിന്ന് എത്തിക്കോളും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അങ്ങനെ വരണം എന്നുണ്ടെങ്കിൽ, ഇപ്പം നമുക്കൊരു റൂമുണ്ട്, ആ റൂമിനകത്ത് താങ്കളോ ഞാനോ താമസിക്കുകയാണ്. എനിക്ക് അതിനകത്ത് നല്ലൊരു കംഫർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഡെയിലി ലൈഫ് വിട്ടിട്ട് അടുത്ത ബിസിനസ്സിൻ്റെ പ്രോഗ്രസ്സിനെ കുറിച്ച് ഞാൻ ചിന്തിക്കുകയുള്ളൂ. അല്ലേ? നമ്മളൊരു കംഫർട്ടായിട്ട് ഇരിക്കുമ്പോഴല്ലോ, നമ്മൾ രാവിലെ മുതൽ വൈകിട്ട് ഒരു ജോലിക്കൊക്കെ പോയി തിരിച്ചു വന്ന് വൈകിട്ട് നമ്മൾ വീട്ടിൽ താമസിക്കുന്ന സമയത്ത് നമുക്ക് കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്നൊരു സ്ഥലം കിട്ടിയാൽ മാത്രമേ നമ്മൾ കൂടുതൽ പോസിറ്റീവായിട്ട് ചിന്തിക്കുകയുള്ളൂ. അതേസമയം നമുക്കൊരു ഇറിറ്റേഷൻ ഉണ്ടാകുന്ന ഒരു റൂം ആണെന്ന് വെക്കുക. ഒരു എക്സാമ്പിൾ പറയണം, അതായത് ഒരു റൂം വേണമെങ്കിൽ നമുക്ക് സ്ക്വയറായിട്ടും ചെയ്യാം, റെക്റ്റാങ്കിളായിട്ടും ചെയ്യാം, ട്രയാങ്കിളായിട്ടും ചെയ്യാം. ഒരു ട്രയാങ്കിളായിട്ടുള്ള റൂമിനകത്ത് താമസിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് കൂടുതൽ അഭിവൃദ്ധിയിലേക്ക് ചിന്തിക്കാനുള്ള സമയം കിട്ടത്തില്ല. ആ ഒരു കംഫർട്ട് സോണാണ്. മനസ്സിലായില്ലേ? അപ്പം കംഫർട്ട് കിട്ടിയാലല്ലേ നിങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാവുള്ളൂ, സ്വാഭാവികമായിട്ടും ഇല്ലേ? അപ്പോൾ അതിൻ്റെ ഉള്ള കണക്കുകളും കാര്യങ്ങളുമാണ് ഇതിൻ്റെ അകത്ത് പറയുക. ഇനി വേറൊരു ചെറിയൊരു എക്സാമ്പിളോട് ഞാൻ പറയാം. ഒരു സ്ക്വയറും റെക്റ്റാങ്കിളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇത് ഞാൻ പലരോടും ചോദിച്ചിട്ട് എൻ്റെ ഓഫീസിൽ ട്രെയിനിങ്ങിൽ വന്ന പിള്ളേരോട് ചോദിക്കാറുണ്ട്. റെഡി ആയിട്ടൊരു ആൻസർ ഉണ്ട്. റെക്റ്റാങ്കിൾ വെച്ചാൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, സ്ക്വയർ ആകുമ്പോൾ രണ്ട് സൈഡോട് കുടിച്ചാൽ മതി. അതല്ല അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു പ്ലാൻ നമ്മൾ വരയ്ക്കുമ്പോൾ നമ്മൾ ഒരാൾക്ക് ചെയ്തു കൊടുക്കുന്ന ഒരു ഭവനമാണ്. അത് എക്കണോമിക്കലായിരിക്കണം എന്നുള്ളതൊരു പാർട്ടല്ലേ? എപ്പോഴുമേ നമ്മളൊരു സൊല്യൂഷൻ പറയുമ്പോൾ അത് യൂട്ടിലിറ്റി പ്രോംപ്റ്റ് ആയിരിക്കണം. അതായത് അവരുടെ ആവശ്യങ്ങൾ അതിൽ ഉൾക്കൊള്ളണം. രണ്ടാമത് ഡ്യൂറബിലിറ്റി, കാലങ്ങളോളം നിൽക്കണം. മാത്രമല്ല മൂന്നാമത്തത് എക്കണോമിസിറ്റി, അതായത് അതിൻ്റെ ചിലവ് കുറഞ്ഞിരിക്കണം. ഇത് മൂന്നും ആണെങ്കിൽ മാത്രമേ അയാൾ സന്തോഷമായിട്ട് ജീവിക്കുന്ന ഒരു ഭവനം ആവുന്നുള്ളൂ. മനസ്സിലാവുന്നില്ലേ? അപ്പോൾ ഈ റെക്റ്റാങ്കിളും ഈ പറഞ്ഞ മാതിരി നമ്മുടെ സ്ക്വയറും തമ്മിൽ വ്യത്യാസം എന്താ? വ്യത്യാസം ഇത്രയേ ഉള്ളൂ. ഒരു ഏരിയ 100 m². ഈ 100 m² നമുക്ക് മറ്റേ സ്ക്വയറിൽ എടുക്കുകയാണെങ്കിൽ മിനിമം പെരിമീറ്ററേ ഉള്ളൂ. ഈ പെരിമീറ്ററിൽ കൂടെയാണ് നമ്മൾ മറ്റേ വാൾസൊക്കെ കിട്ടുക, താഴത്തെ ഫൗണ്ടേഷൻ അതിലാണ് കിട്ടുക. അപ്പോൾ റെക്റ്റാങ്കിൾ ആകുമ്പോൾ ഈ പെരിമീറ്റർ കൂടുക. അപ്പം കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ എന്താവും? അതാണ് എക്കണോമിക്കൽ പ്ലാൻ തയ്യാറാക്കുക എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് എൻ്റെ താഴെ വരുന്ന എല്ലാ സ്റ്റുഡൻസിനോടും ട്രെയിനീസിനോടൊക്കെ ഞാൻ പറയുന്നത്. കാരണം ഇതൊക്കെ മനസ്സിലാക്കി വേണം ആൻസർ പറയാൻ. ധൃതി കൂട്ടി ഒരിക്കലും ഒരു ആൻസർ പറയരുത്. നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ കിട്ടി ഉടനെ നിങ്ങൾ അത്രയും ഇതായിട്ട് നിങ്ങൾ ആൻസർ തെറ്റിച്ച് പറയാൻ പാടില്ല. നിങ്ങൾ പറയുന്ന ആൻസറിൽ ഈ 3 കാര്യങ്ങളുണ്ടാവണം. ഒന്ന് ഡ്യൂറബിലിറ്റി, യൂട്ടിലിറ്റി, എക്കണോമിസിറ്റി. ഇത് 3 വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കൊടുക്കുന്ന ആൻസർ പെർഫെക്റ്റ് ആൻസറാണ്. അത് ആരും അംഗീകരിക്കും. നിങ്ങൾ ഇതിൽ ഏതെങ്കിലും ഒരു എലമെൻറ്റ് വിട്ടുപോയാലും അത് അംഗീകരിക്കപ്പെടില്ല. എന്തായാലും സന്തോഷം. ഞാൻ സത്യത്തിൽ എനിക്ക് വ്യക്തിപരമായിട്ട് എൻ്റെ ഈ അറിവ് പരിമിതമാണ്. ഇപ്പോൾ നമ്മളൊക്കെ കേട്ടിട്ടുള്ളത് ഈ വാസ്തു എന്ന് പറയുമ്പോൾ ഏറ്റവും മിനിമത്തിൽ വീട്ടിൻ്റെ അകത്തേക്ക് കാറ്റും വെളിച്ചം വരിക, അല്ലെങ്കിൽ മാഗ്നറ്റിക് ആയിട്ടുള്ള പോസിറ്റീവ് അറ്റ്മോസ്ഫിയർ എന്ന് ആ അറിവ് മാത്രമല്ല. അതിൽ സന്തോഷം ഒരുപാട് കാര്യം പറഞ്ഞാൽ. പിന്നെ ഒരു പ്ലോട്ട് മേടിക്കുമ്പോൾ അങ്ങനത്തെ ഒരു സംഭവം കൂടി. യെസ്, ഷുവർ. അതായത് നമ്മുടെ ഈ അമ്പലങ്ങളെന്ന് പറയുമ്പോൾ 2 ടൈപ്പ് അമ്പലങ്ങളുണ്ട്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 365 ദിവസവും താന്ത്രിക വിധി പ്രകാരം പൂജകൾ നടത്തുന്ന അമ്പലം, അതാണ് ക്ഷേത്രം. ഒരു തന്ത്രി ഉണ്ടാവും അതിന്. ഈ അമ്പലങ്ങൾ വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന റൂളുകൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. അതായത് ഇനി ഈ ക്ഷേത്രത്തിനകത്തിരിക്കുന്ന ആ രൂപം അല്ലെങ്കിൽ ഈ നമ്മുടെ ദൈവം എന്ന് പറയുന്നത് രുദ്രഭാവം ഉള്ളതാവും സൗമ്യഭാവം ഉള്ളതാവും. ഈ 2 കാറ്റഗറി ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അപ്പോൾ രൗദ്രഭാവമുള്ള ദൈവമാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അത് ഞങ്ങൾ മനസ്സിലാക്കാൻ മറന്നു പോകാതിരിക്കാൻ വേണ്ടി മനസ്സിലാക്കുന്ന രീതി എന്താ വെച്ച് കഴിഞ്ഞാൽ അവരുടെ എല്ലാ ആയുധം വലത്തെ കയ്യിലാണ്. അപ്പോൾ ഈ ദൈവത്തെ ഫേസ് ചെയ്തിരിക്കുന്നതിൻ്റെ വലത്തെ സൈഡിലെ ട്രയാങ്കിൾ, അതായത് ട്രയാങ്കിൾ അല്ല റെക്റ്റാങ്കിൾ 90 ഡിഗ്രി, ഈ 90 ഡിഗ്രി പോർഷനിലേക്ക് നിങ്ങൾ വീട് വയ്ക്കാൻ പാടില്ല. ഏറ്റവും അനുയോജ്യം അല്ല, ശാസ്ത്രീയമായിട്ടുള്ള ഞാൻ അത് പറഞ്ഞു തീർത്തോട്ടെ. ഇതിൻ്റെ നേരെ എതിർവശം ബാക്ക് സൈഡ് വളരെ സേഫ് ആയിട്ടുള്ള സ്ഥലമാണ്. ഈ 2 പോർഷനും, അതായത് നമ്മളിപ്പോൾ 90 ഡിഗ്രി നമ്മൾ വരച്ചിട്ട് മറ്റേ ഫസ്റ്റ് ക്വാഡ്രന്റ്, സെക്കൻഡ് ക്വാഡ്രന്റ്, തേർഡ് ക്വാഡ്രന്റ്, ഫോർത്ത് ക്വാഡ്രന്റ് എഴുതുന്നില്ലേ? അപ്പോൾ ഈ രൗദ്രഭാവമുള്ള ദൈവം, അത് ഭദ്രകാളി എന്നൊക്കെ പറയുമ്പോൾ ഇതിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിൽ വരുന്ന ആ ഒരു പോർഷൻ നമ്മൾ ഒഴിവാക്കുക. നേരെ ഓപ്പോസിറ്റ് സൈഡാണെങ്കിൽ അഭികാമ്യം. ഈ 2 സൈഡാണെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ഈ സൈഡ് കഴിവതും ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. അതേപോലെ സൗമ്യഭാവമുണ്ട്. സൗമ്യഭാവം ആകുമ്പോൾ നേരെ തിരിച്ചാണ്. ഈ ഭാവം ഓക്കെയാണ്, പക്ഷേ ബാക്ക് സൈഡ് ഓക്കെ അല്ല. ഈ 2 സൈഡും 50-50%. എന്തായാലും സാധാരണ ഒരു ബിസിനസ്സുകാരനോട് സംസാരിക്കുന്ന പോലെ എല്ലാ താങ്കളോട് എന്തായാലും പ്രശാന്ത് ഈ വ്യത്യസ്തമായിട്ടുള്ളൊരു മേഖല കണ്ടെത്തിയതിൽ വലിയ സന്തോഷം. ഇനി എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് പഠിച്ച് ജനങ്ങൾക്ക് പകർന്നു കൊടുക്കേണ്ടി വരും. എന്തായാലും നമ്മുടെ ഈ ഷോയിൽ പങ്കെടുത്തതിൽ സക്സസ് കേരള ഷോയിൽ വന്നതിൽ വലിയ സന്തോഷം. താങ്ക് യു.